ദൈവമേ, ഇന്നലത്തെ പോലെ ഇന്നും ആരെങ്കിലും ഒരു ഫ്രീ ആയിട്ട് മദ്യവരണം ദൈവത്തിന് മുന്നിൽ വന്ന് എന്നും പ്രാർത്ഥിക്കാം. ഹലോ, നീ എവിടെയാടാ? ഞാനിതാ ഇടപെടലുണ്ട്. വണ്ടി അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് വേണമായിരുന്നു. വണ്ടിയാ? എന്തിനാ? അവളെ കാണാൻ പോവാനാടാ. ഓ, എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ എടുത്തോ. ആ ശരി. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിനക്കൊരു സമ്മാനം തരാൻ വേണ്ടി ഞാൻ എന്താണത്? നീ ഒന്ന് കണ്ണടച്ച്. നിനക്കല്ലാതെ മറ്റാർക്കാ ഞാൻ മേടിച്ചു കൊടുക്കാൻ? ജോണേട്ടന്റെ വീട്ടിലുള്ള വഴിയേതാ? കുറച്ചപ്പുറത്താണ്. പുള്ളിക്കാരവിടെ ഉണ്ടാവോ? ആളെ കണ്ടില്ല, പോയി നോക്കിയാ അറിയാം. പോയി നോക്കാനാ. പിന്നെ ഞാൻ അവിടെ എനിക്ക് തോന്നുന്നു. ചക്കവർഗീയ ജോണാട്ടല്ലോ? ജോണാട്ടൻ എന്താടാ കാര്യം? മതിയല്ലേ? എവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ജോണാട്ടിലുണ്ടെങ്കിൽ വല്ലതും സാധനം ഉണ്ട്, വില കുറെ കൂടുതലാണ്. എത്രയാവും? 400. കൊണ്ടാ ചേച്ചി. എന്താ മുട്ടായാ? തുളസിയത്തെ ഒന്നുമില്ല. ആംബ്രോ നീ ഒന്ന് പോടാ. ശരി, ഞാൻ പോവാം. നീ പോകണ്ട, ഞാൻ പോവാം. കാരണം എൻ്റെ ആള് വരാനുള്ള ടൈമായി. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി വെച്ചു. കളിയൊന്നും വേണ്ട മോനെ. വണ്ടി മുട്ടിനെ നിങ്ങൾ വണ്ടി മുട്ടിയില്ലല്ലോ. വണ്ടി സ്ഥലം ഇവിടെ നോക്കി. നീ വണ്ടി ഇങ്ങനെ കയറ്റിയിട്ടില്ലേ? ഇത് സ്ഥലം വേറെ മോനെ. അടിക്കണടാ അവന്മാരെ. വരുന്ന വഴിക്ക് ആ കണ്ണാടി ഇട്ടവനാണ്. എടാ വെള്ളം ഒഴിച്ചൊന്നും അടിക്കടാ. എടാ അത് മീറ്റിംഗ് കഴിഞ്ഞിട്ടൊന്ന് ശരിയാക്കടാ. മദ്യാസക്തിയെയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളും കഥാവിഷ്കാരമാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ സിനിമകളിൽ കാണാൻ കഴിയുന്നത്. ഇന്നത്തെ ന്യൂ ജനറേഷൻ സിനിമകൾ കണ്ടു കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ യുവതലമുറ അതിനെ പരമമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവർ അതിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ട് ആ പാത പിന്തുടരുന്നൊരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. പല കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുന്ന കൊടും കുറ്റവാളികൾ പോലും ഒരു നേരത്തെ ലഹരിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നേരത്തെ മദ്യത്തിനു വേണ്ടി അതിനുവേണ്ടി ഏത് തരത്തിലുള്ള കുറ്റം ചെയ്യാനും തയ്യാറായിട്ടുള്ള ഒരു സമൂഹം അല്ലെങ്കിൽ യുവസമൂഹമാണ് ഇന്ന് നമ്മുടെ കൺമുന്നിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹം രാജ്യത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ നാടിന്റെ നല്ല നടപ്പിനായി അല്ലെങ്കിൽ നാട് നന്മയിലേക്ക് ഉയരണമെങ്കിൽ, നാട് പുരോഗതിയിലേക്ക് ഉയരണമെങ്കിൽ ഇവിടുത്തെ യുവതലമുറ ലഹരിയിൽ നിന്ന് മുക്തരാവേണ്ടിയിരിക്കുന്നു. മദ്യത്തിൽ നിന്നും കഞ്ചാവിൽ നിന്നും നാടിനെ വികസന വീതിയിലേക്ക് നയിക്കുന്നതിനും നന്മയിലേക്ക് നയിക്കുന്നതിനും സമാധാന അന്തരീക്ഷം പുലർത്തുന്നതിനുമായി നമുക്കൊന്നിച്ച് ഒരുമിച്ച് അണിചേരാമെന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നു. നന്ദി, നമസ്കാരം.
ഇന്നലത്തെ കെട്ടഴിഞ്ഞിട്ടില്ല. ഇനി ആരെ വിളിച്ചാല പൈസ കിട്ടുക? അളിയാ, അത്യാവശ്യമായിട്ട് നിന്നെ എനിക്കൊന്ന് കാണണം. എന്താടാ, സീരിയസ് ആണോ? അതിന് അമ്മയ്ക്ക് എന്തെങ്കിലും? ഇല്ല. അതുമല്ല, നിന്റെ ക്യാഷ് എത്രയുണ്ട്? എന്തേലും ഒന്നുമില്ല. ഒരുത്തിനെ വിളിച്ചാ നടക്കും. എന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? കിട്ടി. ഡാ ബാബു, പറടാ. നിന്റെ ക്യാഷ് എത്ര ഉണ്ടാവും? 400 കാണും. മതി, അത് മതി. ഒന്നും കിട്ടുവാ? ഓക്കെ, ഇതെത്തി. 400 പറഞ്ഞില്ലേ? ഒരു അരമണി. ഇസാഫി കൊടുക്കേണ്ട പൈസയാണ്. കൊടുത്തില്ലെങ്കിൽ അമ്മ വീട്ടിൽ കേട്ടില്ല. ഇന്നലെ കുടിച്ച കള്ളിനെയും കാട്ടി വലുതാണോ അതിന്റെ ഇസാഫ്? അളിയാ, സംഗി കൊള്ളുന്ന വർത്താനം പറയല്ലേ അളിയാ. അമ്രോ, ബീവറേജിൽ പോലെ ഒടുക്കത്തെ തിരക്ക്. അവിടെ പോയി പറഞ്ഞ ID കാർഡും റേഷൻ കാർഡും ചോദിക്കും. ഓ, കാഷ്യർ. മുഴുവനുണ്ട്. ഒറ്റ വലി, അതാ എന്റെ ശീലം. യവൻ ഉഷാറാണ് കേട്ടാ. സാധനം തീർന്നടോ. അവൻ അന്ന് എനിക്ക് പഞ്ഞിട്ടാൻ അവന്റെ പിള്ളേരെ തല്ലലടാ. ഒരു ലിറ്റർ. എന്തായാലും തികയില്ല. ബാബു അടിക്കണം, സുഖു അടിക്കണം. സുഖുവിനെ കൊണ്ട് കാശ് വെച്ചാ പിന്നെ സാധനം തീർന്നു. ഒരു കാശ് എവിടെ നിന്നും കിട്ടാൻ വഴിയില്ല. കാശിനെന്താ ചെയ്യാ? നല്ലൊരു ഐഡിയ ഉണ്ട്, പക്ഷെ വേണം. പറ, എന്തായാലും നോക്കാം. പണത്തിനാണ് ഇപ്പൊ ആവശ്യം. അതിന് എന്തും ചെയ്യാൻ തയ്യാറാണ്. നീ പറ. ചേസ് 90 ഒരിക്കലും നോക്കാം. എന്റെ പെണ്ണാണെന്ന് അറിഞ്ഞിട്ടും അവളോട് ഇത് നീ ചെയ്തില്ലടാ. കള്ളിന്റെ പുറത്താണോ? എന്നെ പോലെയുള്ളവർക്കെല്ലാം മദ്യമാടാ വലുത്, മനുഷ്യത്വമല്ല.